ഹലോ കൂട്ടുകാരെ, നമുക്ക് ചിക്കൻ കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ചിക്കൻ കറി നല്ലോണം കഴുകുക, വൃത്തിയാക്കിയതിന് ശേഷം അതിൽ കുറച്ച് മുളക് പൊടി ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക, ശകലം ഉപ്പ് ഇടുക. എന്നതിന് ശേഷം അതിൽ മസാലപ്പൊടി ഇടുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ വെക്കുക. എന്നതിന് ശേഷം നമുക്ക് വേണ്ടത് ഉള്ളി, മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി. വെളുത്തുള്ളി ഇഞ്ചിയും കൂടി കുറച്ച് ചതച്ചിട്ട് വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ ഒരു പാത്രം എടുത്ത് കറി വയ്ക്കാനുള്ള തയ്യാറെടുപ്പിൽ പോവുകയാണ്. പാത്രം ചൂടായതിന് ശേഷം അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച്, അതായത് തീ കുറച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിനെ അതിലെടുത്ത് ഇടുക. ഇട്ട് നല്ല പോലെ അതിനെ എണ്ണയിലിട്ട് ഇതാക്കുക. ഒരു കളർ വ്യത്യാസം വരണം, അതുവരെ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ മുളകിനെ എടുത്തിട്ട് അതിലിടുക. എന്നിട്ട് മിക്സ് ചെയ്യുക. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചത് അതിനെ എടുത്തിട്ടു നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ ഈ കളർ വരുന്നു. അതിൽ നമ്മൾ തക്കാളി ഇടുന്നു, വീണ്ടും മിക്സ് ചെയ്യുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് മുളക് പൊടി ഇടുക. കുറച്ച് ഇടാൻ പറ്റുള്ളൂ, കാരണം നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി അതിലിടുക. കൂടുതൽ ഇടരുത്. കുറച്ച് ഉപ്പിടുക, കാരണം നമ്മൾ നേരത്തെ ഇട്ടത് കൊണ്ടാണ് പറയുന്നത്. നേരത്തെ ഇട്ട് വെച്ച് ഇതായിട്ടുണ്ടല്ലോ, അതിൽ കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർത്തി. ഒരുപാട് ഇടരുത്, കാരണം നമ്മൾ നേരത്തെ ചേർത്ത് എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി അതിൽ ചേർത്തുക. എന്നതിന് ശേഷം നല്ല പോലെ ഇതുപോലെ മിക്സ് ചെയ്യുക. നല്ല പോലെ മിക്സ് ആയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കുക. ഒരു 2 ഗ്ലാസ് വെള്ളം, അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ 1-1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. നല്ലോണം ഗ്രേവി ആകണം. ഒരുപാട് വെള്ളമാകാൻ പാടില്ല. കുറച്ച് നല്ല ഗ്രേവി ഇതാണ്. അതേപോലെ ഗ്രേവിയായി, നല്ല ഗ്രേവി ആയതിനു ശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ എടുത്തിട്ട് നമ്മൾ അതിലോട്ട് ഇടുന്നു. അതിലോട്ട് ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് അടച്ച് വയ്ക്കണം. ഇങ്ങനെയാകുമ്പോൾ നമ്മളൊന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തീ വളരെ സ്ലോവിൽ കേട്ടോ, ഒരു ഓവറായി കൊടുക്കാതെ വയ്ക്കുക. അത് കഴിഞ്ഞാൽ തുറന്ന് നോക്കുമ്പോൾ ചിക്കൻ കറി റെഡി. ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്ന കാര്യമാണ്. ഇത് ഒരുപാട് നീട്ടി പറയുന്നില്ല. അത് എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ ഇതിൽ മല്ലിയില അങ്ങനെ കുറച്ച് ഇതാവുന്നു. വീണ്ടും നമ്മൾ മൂടി വയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. വളരെ സിമ്പിളാണ്, ഓവറായിട്ട് ഒന്നും ചെയ്യാനില്ല. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരിക. സപ്പോർട്ട് പ്ലീസ്.